തിരുവനന്തപുരം ജില്ലയിൽ നിന്നെത്തിയ ശ്രുതി. ശ്രുതി പഠിക്കുന്നത് കണ്ണൂരിലാണ്. ശ്രുതിയെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ ഈ ബൗദ്ധിക വേദിയിലേക്ക്. ഞാൻ ശ്രുതി, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാലിൽ നിന്നും വരുന്നു. ഞാൻ തിരുവനന്തപുരത്താണെങ്കിലും കണ്ണൂരിലെ ഓഡീഷനിലാണ് പങ്കെടുക്കാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഞാനവിടെ എയ്റോസിസ് കോളേജിൽ BBA ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. പഴയ അശ്വമേധത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല എങ്കിലും യൂട്യൂബിലെ വീഡിയോകളാണ് പഴയ അശ്വമേധത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു രൂപം നൽകിയത്. ഇതിലെ സമ്മാനത്തുകയേക്കാൾ ഞാൻ ഏറ്റവും വിലമതിപ്പുള്ളതായി കരുതുന്നത് ഗ്രാൻഡ് മാസ്റ്ററോടൊപ്പമുള്ള ഈ നിമിഷങ്ങളാണ്. സാറിനോട് സംസാരിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ ഈ നിമിഷത്തിൽ കരുതുന്നു. ശ്രുതി, വാക്ക് ഇൻ പ്ലീസ്. കണ്ണൂരിൽ എവിടെയാണ് പഠിക്കുന്നത്? എയ്റോസിസ് കോളേജ്. എയ്റോസിസ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. എന്താണ് പഠിക്കുന്നത്? BBA ഫസ്റ്റ് ഇയർ. എന്താണ് ജീവിതത്തിൽ ആഗ്രഹം? ഒരു ക്യാബിൻ ക്രൂ ആവുക. ഒരു ക്യാബിൻ ക്രൂ ആവുക എന്നതാണ് ആഗ്രഹം. അതുകൊണ്ട് തീരരുത് ആഗ്രഹം. പാട്ട് പാടും? ഡാൻസ് ചെയ്യുമല്ലേ? അത്യാവശ്യം ആകട്ടെ. നമുക്കിവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ഒരു കുറച്ച് ബൗദ്ധിക വ്യായാമങ്ങൾക്ക് ശേഷം ഒരൽപ്പം ഡാൻസ് ആകാം. ഇപ്പൊ വേണം. തീർച്ചയായും യു വിൽ ബി ഗിവൺ എ മ്യൂസിക് ആൻഡ് യു ഷുഡ് ഡാൻസ് ഫോർ ദാറ്റ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോ ചിന്തകളുടെ നൃത്തത്തിൽ യാഗം. അറിവിന്റെയും ആകാംക്ഷയുടെയും ആനന്ദ നൃത്തം യാഗം. ശ്രുതി, your first round. യുദ്ധം. രണ്ടാം പാനിപ്പട്ട് യുദ്ധം അക്ബറും ഹെമുവും തമ്മിലാണ് നടന്നത്. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരി. ഒന്നാം പാനിപ്പട്ട് യുദ്ധം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണെങ്കിൽ, മൂന്നാം പാനിപ്പട്ട് യുദ്ധം അഹമ്മദ് ഷാ അബ്ദാലിയും മറാഠേസും തമ്മിലാണെങ്കിൽ, രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് അക്ബറും ഹെമുവും തമ്മിലാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരിയായ ഉത്തരം. You have won ₹1,000 from Mir Realtor. ശ്രുതി, സെക്കൻഡ് ബൗൾ. മതങ്ങൾ, റിലിജിയൻ. കൺഫ്യൂഷ്യാനിസം എന്ന മതം പിറന്നത് ഏത് രാജ്യത്തിലാണ്? ചോയ്സ് A ചൈന, ചോയ്സ് B ജപ്പാൻ. ചൈന ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ സമ്മാനം. തേർഡ് ബോൾ. കമ്പ്യൂട്ടർ. ശരി. ഇനി പറയുന്നവരിൽ ആരാണ് ആദ്യമായി ഇമെയിൽ സന്ദേശം അയച്ചത്? അർപ്പാനെറ്റിലൂടെയാണ്, ഇന്റർനെറ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ ഉത്തരം ശ്രീമതി ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ ഉത്തരം ബേനസിർ ഭൂട്ടോ. മൂന്നാമത്തെ ഉത്തരം ക്യൂൻ എലിസബത്ത് II. എലിസബത്ത് സെക്കൻഡ് ആണോ, ഇന്ദിരാഗാന്ധിയാണോ, ബേനസിർ ഭൂട്ടോയാണോ? ക്യൂൻ എലിസബത്ത്. ശ്രുതി പറഞ്ഞ ഉത്തരം നമുക്ക് അങ്ങോട്ട് പോണോ? അങ്ങോട്ട് ഇല്ല, വേണ്ട. ശ്രുതി പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ് ആദ്യമായി ഒരു മെയിൽ സന്ദേശം അയക്കുന്നത്. അന്ന് അർപ്പാനെറ്റ് ആണ്, ഇന്റർനെറ്റ് ആകുന്നതിനും തൊട്ട് മുൻപുള്ള കാലം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയാണ് ശ്രുതി ഇപ്പോൾ നേടിയത്. ഇനി യാഗത്തിലെ അവസാനത്തെ ചോദ്യം. ആൻഡ് ആസ് യു നോ, അശ്വമേധത്തിന്റെ ഈ രൂപഭാവത്തിൽ യാഗത്തിലെ അവസാനത്തെ ചോദ്യം എന്തായിരിക്കും? വിഷ്വലായിരുന്നു. തീർച്ചയായും വിൽ ഹാവ് എ വിഷ്വൽ.
ഇതെന്ത് ജീവിയാണ് എന്നല്ല ചോദ്യം. ഇതൊരു നായയാണ്. കണ്ട, ഓഡിയൻസ് പറയുന്നത് ഭയങ്കര അറിവായി പോയി. ഇതൊരു നായയാണെന്ന് പഠിപ്പിച്ചു തരാനാണോ? അല്ല, ഇതൊരു സാധാരണ നായയല്ല. ഈ നായയുടെ പേര് റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്നാണ്. എന്താണ്? റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്നാണ് ഈ നായയുടെ പേര്. ഈ നായയുടെ പ്രത്യേകത, ഒരു ജീവിയെ വേട്ടയാടുന്ന ഏക നായയാണ് റൊഡേഷ്യൻ റിച്ച് ബാക്ക്. മറ്റൊരു മൃഗത്തിനെ വേട്ടയാടുന്ന ഏക നായ. മറ്റ് പല മൃഗങ്ങളെയും നായകൾ വേട്ടയാടും. ഞാൻ ഈ പറയുന്ന മൃഗത്തിനെ വേട്ടയാടുന്ന നായ ആണ് റൊഡേഷ്യൻ റിച്ച് ബാക്ക്. ഏത് മൃഗത്തിനെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ ഏത് മൃഗത്തിനെ ആക്രമിക്കുന്നു, ഏത് മൃഗത്തിനെ പിടികൂടുന്നു എന്നതാണ് റൊഡേഷ്യൻ റിച്ച് ബാക്കിനെ പ്രസക്തമാക്കുന്നത്. റൊഡേഷ്യൻ റിച്ച് ബാക്ക് ഏത് മൃഗത്തിനെയാണ് വേട്ടയാടുന്നത്? ചോയ്സ് 1 സിംഹം, ചോയ്സ് 2 കഴുത, ചോയ്സ് 3 കുതിര. നല്ല വിജ്ഞാന ബോധത്തോടുകൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി റൊഡേഷ്യൻ റിച്ച് ബാക്കിനെ പോലെ അറിവിനെ വേട്ടയാടി പിടിക്കാൻ ശ്രുതിക്ക് കഴിയട്ടെ. ഓപ്ഷൻ എ സിംഹം. സിംഹം. നോക്കാം, റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്തിനെയാണ് വേട്ടയാടുന്നത്? യെസ്, റൊഡേഷ്യൻ റിച്ച് ബാക്കിനെ കണ്ടാൽ സിംഹം ദൂരെ കൂടെ ഓടി മാറി കളയും. വളരെയധികം റിഫ്ലക്സ് ഉള്ള ഒരു ജീവിയാണ് റൊഡേഷ്യൻ റിച്ച് ബാക്ക്. സിംഹത്തിന്റെ കഴുത്തിൽ പിടികൂടി സിംഹത്തിനെ വേട്ടയാടുന്ന നായയുടെ പേരാണ് റൊഡേഷ്യൻ റിച്ച് ബാക്ക്. Congratulations, your answer is correct. You have won rupees 10,000 from Mir Realtor. ശ്രുതി യാഗം വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ എന്നറിയാൻ ഒരിടവേളയ്ക്ക് നമ്മൾ കാത്തിരുന്നേ പറ്റൂ. പക്ഷെ അതിനു മുൻപ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമുക്കുമാകാം റൊഡേഷ്യൻ റിച്ച് ബാക്ക് എന്ന നായ. ആ കാട്ടിൽ പ്രജ്ഞയുടെ ടോർച്ച് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാം. ആ ഗുഹയിലെത്താം. അവിടെ കാത്തിരിക്കുന്ന വിശന്നു വലഞ്ഞ സിംഹവുമായി നിരന്തരമായ യുദ്ധത്തിലേർപ്പെടാം. ഇടയ്ക്കൊക്കെ ഒന്ന് മുറിയും. അതാണ് ഈ ചെറിയ പരാജയങ്ങൾ കുട്ടികൾക്ക് പരീക്ഷയിൽ ആദ്യം ഒന്ന് മാർക്ക് കുറയുന്നതൊക്കെ. But if you are ready for a rigorous and continuous battle with that angry, hungry lion called knowledge, ഒരു ദിവസം ഉണ്ടാകും നിങ്ങൾക്കതൊരു വാഹനമാകുന്നത്. ആ നാൾ വരെ കാത്തിരിക്കണം, പൊരുതണം, ഉൾക്കരുത്തോടെ. ശ്രുതി വിജയ വഴികളിൽ ശ്രുതി മധുരമായി മുന്നോട്ട് പോകുമോ അതോ പിൻവാകും? കാത്തിരുന്ന് കാണാം. കൗണ്ട് ഡൗൺ. ശ്രുതി മത്സരത്തിൽ നിന്ന് പിൻവാങ്ങും. ഓക്കെ, ശ്രുതി പ്ലീസ് വാക്ക്. ശ്രുതി ക്യാബിൻ ക്രൂ ആകാനാണ് ശ്രുതിയുടെ ആഗ്രഹം. അതിൽ ഒതുക്കി നിർത്തരുത് ആഗ്രഹം, മുന്നോട്ട് കൂടുതൽ ആഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ശ്രുതി പക്ഷേ യാഗം പൂർത്തിയാക്കി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്താണ് കാരണം? സാർ, ഇവിടം വരെ എത്താൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. സാറിനോട് മത്സരിക്കാൻ എനിക്ക് പറ്റില്ല സാർ, പേടിയാണ്. പേടിയോ? അതെ സാർ, ഇതെന്റെ ആദ്യ പടിയാ. പൂവുള്ളതെല്ലാം ഉയർവുള്ളതെന്ന് വാൻപുകർ വള്ളുവർ തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും മുകളിലുള്ളതാകണം. ഒരു കടൽ സ്വപ്നം കാണുമ്പോഴാണ് ഒരു കൈക്കുടന്ന വെള്ളം കിട്ടുന്നത്. ഒരു ആകാശം കിനാവ് കണ്ടാലേ ഒരു മേഘക്കീറ് നമുക്ക് സ്വന്തമായി ലഭിക്കും. പക്ഷെ ശ്രുതി ഈ പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. യുവർ ഡിസിഷൻ. നിമി പ്ലീസ് വാ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഇത് ഞങ്ങളുടെ അശോപഹാരം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ്. ശ്രുതി എന്ന ഈ കുട്ടി, ഈ മിടുക്കി ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്, താൽക്കാലികമായി വിട പറയുകയാണ്. ശ്രുതിക്ക് ശ്രീ വി കെ ശ്രീരാമന് നൽകാനുള്ള ഉപദേശം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നോബൽ ഗൈഡ്. നമ്മൾ ഈ
നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ചെറിയ ചെറിയ കടമ്പകളെ കണ്ടിട്ട് ഭയന്ന് നിന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചെറിയ കടമ്പകളാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംഗതി കെട്ടുപോകും. എല്ലാതും നമ്മൾ മടങ്ങണം, പിന്നാക്കം പോകണം എന്നുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിലേക്ക് വരും. അപ്പോൾ അതായത് മുന്നോട്ട് പോവുക. ഒരു ടെസ്റ്റിൽ തോറ്റാലും അല്ലെങ്കിൽ തൽക്കാലമായിട്ട് നമുക്കൊരു പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഒക്കെ നമ്മൾ വീട്ടിനകത്ത് വന്നിരുന്ന് കരയേണ്ട ഒരു സ്വഭാവം നമ്മളിലേക്ക് വളരും. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഒരു ക്യാബിൻ ക്രൂ ഒക്കെ ആവാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് തടസ്സങ്ങളുണ്ടാവും. അതിനെ തകർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്: മഴച്ചാറ്റൽ കണ്ട് മടിച്ചിരുന്നാൽ എങ്ങനെ നീന്തിക്കടക്കും മഹാസമുദ്രങ്ങൾ?